ഒരു സംഗീത കുടുംബമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. മൈത്രേയ് വാര്യർ, മൃദുല വാര്യർ, ഡോക്ടർ അരുൺ വാര്യർ. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമസ്കാരം. എനിക്ക് മോളുടെ ഒരു പാട്ടിൽ ഈ സംസാരം തുടങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അറിയാം, തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി. ഞാൻ ആ പാട്ട് മോളുടെ നിങ്ങളുടെ ഇൻസ്റ്റാ റീൽസിൽ വൈറലാവുന്ന ഇൻസ്റ്റാ റീലിലാണ് കണ്ടുള്ളത്. ആ പാട്ട് പാടുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത അനുഭവം വരുന്നുണ്ട്, വല്ലാത്ത ഫീൽ ഉണ്ട് ആ പാട്ട്. അപ്പോൾ ആ പാട്ടിൽ തുടങ്ങാൻ പാടാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ? ഓർമ്മയുണ്ടോ? നല്ലൊരു കൊറേ ആയി അത് പാടിയിട്ട്. ശരി, ഓർമ്മയുണ്ടോ നോക്കാം. നോക്കട്ടെ. നീട്ടി നിൽക്കും കൈകൾ നീ നിധി തരില്ലേ, എന്റെ വീട്ടിലൊരു കൊച്ചനുജനായി കൂടെ വരില്ലേ. നീട്ടി നിൽക്കും കൈകളിൽ നീ നിധി തരില്ലേ, എന്റെ വീട്ടിലൊരു കൊച്ചനുജനായി കൂടെ വരില്ലേ. ആറ്റുനൂറ്റു ഞങ്ങൾ വരും നിൻ തിരുനടയിൽ, എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങും നീ. അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി, തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി. തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി. വാടി വീഴും പൂക്കളെ തുയിലുണർത്തും സ്വാമി. വെള്ളിമണി ശ്രീകോവിൽ വാണരുളും സ്വാമി. അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി. ഗംഭീരല്ലേ? അതാണ് ആ പാട്ടിന്റെ ആ ഒരു അയ്യപ്പന്റെ ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ആ പാട്ടിൽ. അത്രയും വിശുദ്ധിയുണ്ട് മോളുടെ ആ വരികൾക്ക്, അല്ലെങ്കിൽ ആ സ്വരമാധുര്യത്തിൽ അല്ലേ? മോളുടെ ഈ പാട്ടിൽ ഇങ്ങനെ വാസനയുള്ള ആളാണെന്ന് എങ്ങനെയാണ് എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? അത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോഴാണ്. ആദ്യമൊക്കെ ഞാനിങ്ങനെ വളരെ ചെറുതാവുമ്പോൾ, ഞാൻ പാട്ടുകാരി ആയതുകൊണ്ടാണോ എനിക്ക് അറിഞ്ഞൂടാ, പാടണം എന്നൊരാഗ്രഹം, എൻ്റെ മോളും പാടണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാവരും ചോദിച്ചൊക്കെ തുടങ്ങി. പാടുമായിരിക്കൂല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒരു ആക്രാന്തം എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിങ്ങനെ വെറുതെ കുഞ്ഞു മാവയായിട്ട് പോലും ഞാൻ ഇങ്ങനെ മൂളിപ്പിച്ചൊക്കെ നോക്കും. പക്ഷെ അപ്പൊ ഒന്നും വലിയൊരു ശ്രദ്ധ കൊടുക്കും. പക്ഷെ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നൊക്കെ. പണ്ടേ പാട്ട് കേൾക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ സ്കൂളിൽ ഓൺലൈൻ ക്ലാസ്സസിന്റെ സമയത്താണ് റൈംസ് പാടി തുടങ്ങി. അതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ട്യൂണിലൊക്കെ പാടി തുടങ്ങി. അപ്പോഴാണ് നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം, ചെറിയൊരു ഈണത്തിലൊക്കെ പാടുന്നുണ്ടല്ലോ ആള്. പിന്നെ ഓൺലൈൻ അവർക്ക് കുറെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ദേവമാതാ സ്കൂളാണ് തൃശ്ശൂർ. അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഓണത്തിന് ഒരു പാട്ട് ടീച്ചർ പഠിപ്പിച്ചു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഫുൾ ഒരു സോങ് ആയിട്ട് അവള് പഠിച്ചൊരു പാട്ട്. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ. മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സർ. അപ്പൊ അങ്ങനെ പിന്നെ അവര് വേറെയും കുറെ കോമ്പറ്റീഷൻസ് ഒക്കെ ഓൺലൈൻ വഴി പങ്കെടുപ്പിച്ചു. അതിൽ കൂടെ നമ്മൾ കുറെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ പഠിപ്പിച്ചു തുടങ്ങി. അങ്ങനെയാണ് ആദ്യമായിട്ട് LKG പഠിക്കുന്ന സമയത്താണ്. 3 വയസ്സ് അല്ലേ? 4 വയസ്സ് പ്രായം. അതെ അതെ. അച്ഛന് വേണമെങ്കിൽ ആഗ്രഹിക്കാം, എനിക്ക് ഇവളെ ഒരു ഡോക്ടർ ആക്കണമെന്ന്, കുട്ടി ഡോക്ടർ ആക്കണമെന്ന്. എന്താ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായില്ലേ അച്ഛന്? ആഗ്രഹമില്ല. അങ്ങോട്ട് പറയാറുണ്ട്, വേണ്ട വേണ്ട മോള് ഡോക്ടർ ആവണ്ട, ടെൻഷൻ കൊടുക്കണ്ടെന്നുള്ള അല്ലേ? ടെൻഷൻ എടുക്കണ്ടെന്നുള്ളത് ഇഷ്ടം എന്താ വെച്ചാൽ അങ്ങനെ ഒരു പറയാനൊന്നും ആയില്ലല്ലോ. അതെ, എന്നുവെച്ചാൽ ഫോഴ്സ് ചെയ്യാറില്ല, ഡോക്ടറിന്റെ മോള് ഡോക്ടറിന്റെ ആവണം അങ്ങനെ പറയാറില്ല. എന്നെ പോലെ ഒരു പാട്ടുകാരി അക്രാന്തം നേരത്തെ വാക്ക് പറഞ്ഞു. അപ്പം നല്ലൊരു പാട്ടുകാരിയായി മാറട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ തന്നെ വരട്ടെ അല്ലേ? ഒരു കുട്ടി മൃദുലെ തോന്നാറുണ്ടോ മോളെ കാണുമ്പോ? കുട്ടി അമ്മയൊക്കെ പറയാറുണ്ടോ? എനിക്ക് കൂടുതലും അരുണേട്ടന്റെ ഛായ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു ഛായ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഫീച്ചേഴ്സ് ഒക്കെ ആ സൈഡാണ് കുറച്ച്. സ്കൂളിൽ എന്താ പ്രോഗ്രാം ഉണ്ടായിരുന്നു? എന്തായിരുന്നു? സ്കൂളിൽ റിഹേഴ്സൽ ആയിരുന്നു. എന്തായിരുന്നു മാത്തു? ഡാൻസോ? പാട്ട് പഠിച്ചിട്ട് ഡാൻസോ പോയി ചേരുക ആണോ? ഏത് ഡാൻസാണ്? ക്ലാസിക്കലാ? അല്ല. മാത്തു എന്താ പഠിക്കണേ? ഫ്ലാറ്റിൽ എന്താ പഠിക്കണേ പറയും? ഹിപ്പ് ഹോപ്പ്. ശരി. പാട്ടും പാടുന്നില്ല? പാട്ട് പഠിക്കുന്നുണ്ട്. അല്ല, ചെയ്യുന്നില്ല? സ്കൂളിൽ ചെയ്യുന്നില്ല?
സ്കൂളിലുണ്ട്. സ്കൂളിൽ കോമ്പറ്റീഷൻസിന് 2 തവണ ഇവിടെ സഹോദയ ഡിസ്ട്രിക്ട് ലെവൽ ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ആൾക്ക് ലൈറ്റ് മ്യൂസിക്കിന്. ശരി. പാട്ടാണ് ആദ്യം തുടങ്ങിയത്, പിന്നെ ഹിപ്പ് ഹോപ്പ് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ കൂടെ തന്നെ ഈ പല യൂട്യൂബ് ചാനൽസിലൊക്കെ നോക്കിയിട്ട് ഹിപ്പ് ഹോപ്പ് ആണ് കൂടുതലും, ഇഷ്ടം. വെസ്റ്റേൺ ആ, ആ. ആണ് ഇഷ്ടം. ഈ ജനുവരി 7-നായിരുന്നു നിങ്ങളുടെ വിവാഹ വാർഷികം അല്ലെ? റിലേറ്റഡ് ആണെങ്കിലും എന്തായാലും എല്ലാ Thank you. മംഗളാശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. എങ്ങനെയാണ് മൃദുലയെ കണ്ടെത്തുന്നത് ഡോക്ടർ അരുൺ? ഇല്ല, അത് ഇങ്ങനെ വീട്ടുകാര് അങ്ങനെ തന്നെയായിരുന്നു. ആ. എന്റെ അനിയത്തിയും ബ്രദറുടെ ബ്രദറും അങ്ങനെ മാട്രിമോണി വഴി അവര് തമ്മിൽ ചാറ്റിംഗ് ആയിരുന്നു. എന്റെ എന്റെ അനിയത്തിയും ബ്രദറുടെ ബ്രദറുമാണ് അവർ രണ്ടുപേരും മാരീഡ് ആണ്. അവർ രണ്ടുപേരും നമുക്ക് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നോക്കുന്ന സമയത്ത് അവര് ചാറ്റിംഗ് ആയി. ചാറ്റ് ചെയ്യാന്ന് വെച്ചാല് കാര്യങ്ങളൊക്കെ, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവരാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വീട്ടിൽ വന്ന് കണ്ടു, ഓക്കെ ആയി. അതെ അങ്ങനെയായിരുന്നു. അത്രേ ഉള്ളൂ. മാട്രിമോണി വഴിക്കായിരുന്നു. ഓൾറെഡി പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഒരു ഗായിക എന്ന നിലയിൽ അല്ലേ? ഒന്നും എന്നെ പറ്റി ഒന്നും അറിയാത്ത ആളായിരുന്നു. ആണോ? അങ്ങനെ 2012 2007 പിന്നെ പാടി തുടങ്ങി ബിഗ് ബി ഒന്നും റിയാലിറ്റി ഷോയിലൊക്കെ തന്നെ തിളങ്ങുന്ന വിന്നേഴ്സ് ആണ്. അപ്പൊ അതൊന്നും അറിയില്ല. അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ എന്നുവെച്ചാ ആ സമയത്ത് MD പഠിക്കുകയാണ്. ആ. ഞാന് തിരുവനന്തപുരം ആയുർവേദ MD പീഡിയാട്രിക്സ് ആണ്. അപ്പോൾ ആയുർവേദത്തിലെ കുട്ടികളുടെ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ അന്ന് ആ സമയത്ത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഒരു വർഷം മുന്നേ വരെ ഞങ്ങൾക്ക് ഈ MD എൻട്രൻസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു കംപ്ലീറ്റ്ലി നമ്മളതിൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെയല്ല, ഒരു സിംഗർ എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇങ്ങനെ ഒരു എന്താ പറയാ, വേറൊരാൾ പറയുന്ന രീതിയിലുള്ളൊരു എനിക്ക് അറിയണ്ടായിരുന്നില്ല. പാട്ടുകാരിയാന്നറിയാം. ആ സമയത്ത് ഇപ്പൊ പറഞ്ഞ പോലെ ഫുൾ റൂമിന്റെ ഉള്ളിൽ അടച്ചിരുന്ന് പഠിത്തായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് അങ്ങനെ പഠിക്കുമായിരുന്നു. സിസ്റ്റർ പഠിപ്പിച്ചിട്ടൊന്നുമല്ല, ആ എൻട്രൻസ് അങ്ങനെ പഠിക്കാണ്ട് ആർക്കും കിട്ടില്ല. അത് കൊണ്ട് അങ്ങനെ പഠിക്കേണ്ടി വന്നു. അങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ആളായിരുന്നു. അപ്പൊ വേറെ ഒന്നിലും ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. TV കാണില്ല. കൊറേ എനിക്ക് തോന്നുന്നു 1 വർഷത്തോളം ഇവരുടെ സ്റ്റാർ സിംഗർ വരുന്നത് ആ ഒരു സമയത്താണ്. അതൊന്നും ഞാൻ കണ്ടിട്ടേ എൻട്രൻസിന്റെ പ്രിപ്പറേഷന്റെ സമയത്താണ്, MD എൻട്രൻസിന്റെ. പിന്നെ വേറെ വഴിയില്ല. അത് അങ്ങനെ പഠിച്ചാലേ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫുൾ ഫോക്കസ് പഠിത്തത്തിൽ മാത്രമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്നും കണ്ടിട്ടേ ഇല്ല. ശരി. അപ്പം സാധാരണ മനുഷ്യ സഹജമായ ഒരു അസൂയ വരും. വൈഫ് ഭയങ്കര പോപ്പുലർ ആണ്, ഗായികയാണ്, അങ്ങനെ അസൂയൊക്കെ ഉണ്ടോ? ഇല്ല എന്നല്ല. അങ്ങനെയല്ല. പിന്നെ പ്രൗഡാന്നുള്ള കാര്യമല്ല, അതൊരു ഞാൻ വിചാരിക്കുന്ന ഒരു ഡിവൈൻ ആയിട്ടൊരു കാര്യമല്ലേ അത്. അതായത് കല എന്നുള്ള സാധനം എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമല്ലല്ലോ. ഇത് ദൈവം കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിഞ്ഞു കൊടുക്കുന്ന ഒരു സാധനമാണ്. ഞാൻ എപ്പോഴും പറയും, ഒരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഭാഗ്യം കടാക്ഷിച്ച ഡോക്ടർ ആവാൻ പറ്റും. പക്ഷെ ഇത് ഇൻബോൺ ടാലന്റ് അല്ലേ, അത് എല്ലാവർക്കും ഭഗവാൻ കൊടുക്കില്ലല്ലോ. പിന്നെ എനിക്ക് പാട്ട് കേൾക്കുന്നൊക്കെ ഇഷ്ടമായത് കാരണം കൊണ്ടും എനിക്ക് അതൊരു തീർച്ചയായിട്ടും എനിക്ക് പ്രൗഡായിട്ടുള്ള മൊമെന്റ് തന്നെ, സംശയമൊന്നുമില്ല. അത് ഓരോ സമയത്തും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നീട് വിവാഹം വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് പ്രപ്പോസൽസ് വരുന്ന സമയത്ത് കുറേ പ്രപ്പോസൽസ് ഒക്കെ എനിക്ക് അബ്രോഡും ഒക്കെയാണ് നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ പുറത്താണ്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി. അപ്പോൾ കൂടുതലും US അങ്ങനെയുള്ള സ്ഥലത്ത് അവിടെ പോയിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പം എൻ്റെ കരിയറ് അവിടെ തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഡെസ്പറേറ്റ് ആയിരുന്നു പേരൻസൊക്കെ. എനിക്ക് വലിയ ടെൻഷൻ ഇല്ലായിരുന്നു, അവർക്കായിരുന്നു ഫുൾ ടെൻഷൻ. അപ്പോൾ ഞാനിങ്ങനെ ഫുൾ സ്റ്റബേണായിട്ട് നിൽക്കുവാണ്. എനിക്ക് ഞാൻ BTech ആണ് ബേസിക്കലി. പക്ഷെ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് പ്രപ്പോസൽസ് വരുന്നത്. പാട്ട് കണ്ടിട്ടുണ്ട്, ഇഷ്ടമാണ്, പാട്ട് കണ്ടിട്ടാണ് വരുന്നത്. പക്ഷെ അത് പാട്ടൊക്കെ നിർത്തി ഒരു എഞ്ചിനീയർ ആയിട്ടാണ് അവര് എന്നെ മീൻസ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലൈഫ് എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. ഫുൾ അപ്പോഴേക്കും ഈ റിയാലിറ്റി ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പ്രൊഫഷൻ ഇതാണ്, എൻ്റെ കരിയർ ഇതാണ്, എൻ്റെ പ്രൊഫഷൻ മ്യൂസിക് തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് അപ്പോഴേക്കും വന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിൽ നിന്നൊരു മാറ്റം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രപ്പോസൽസ് വന്ന സമയത്ത് തന്നെ ഈ ഒരു കണ്ടീഷനാണ് ആകെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാട്ടിലുള്ള ആളായിരിക്കണം, കേരളത്തിലുള്ള ആളായിരിക്കണം, പിന്നെ പാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കണം. ഇത് മാത്രമായിരുന്നു എൻ്റെ കണ്ടീഷൻസ്. എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നേ, പാടാൻ സമ്മതിക്കണം, പാടുന്ന രീതിയിലുള്ള. നമുക്കതിലൊരു ഒബ്ജക്ഷന്റെ സ്പേസേ ഇല്ല. അതിന്റെ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ആളൊരു കലാകാരനാണ്. പാട്ടൊക്കെ പഠിച്ചു
ഞാൻ പഠിച്ചിട്ടുണ്ട് പണ്ട്. പാട്ട് പഠിച്ചിട്ടുണ്ട്, സത്യം പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ അപ്പം പിന്നീടാണ് ഞാനതൊക്കെ അറിയുന്നത്. ആദ്യം പ്രപ്പോസൽ വന്ന സമയത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത്. പിന്നെയാണ് പലരും പറഞ്ഞിട്ടൊക്കെയാണ് അറിഞ്ഞത്. കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, ഒരുപാട് ഐറ്റംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. പിന്നെ ഒരു സംഭവം കണ്ടു, ഒരു കുട്ടിക്കാലത്ത് ഒരു ഫോട്ടോ ആണോ? നാടോടി നൃത്തത്തില്, അതൊരു ഒരു ഗേൾ ആയിട്ട്. അത് ശരി. ബാക്കിയൊക്കെ മറന്നപ്പോ അതെ പാട്ട് പോയി ഒക്കെ പോയി. അതെ, ഇത് മാത്രമാണ് ഇപ്പൊ ആ ഒരു ഫോട്ടോ നമുക്ക് ആർക്കും അല്ലേ മാത്തു. ഞങ്ങള് ഇതുപോലെ ഫ്ലാറ്റിലാ താമസിച്ചിരുന്നത്. അച്ഛന്റെ ഓഫീസിന്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പൊ അവിടെ അച്ഛന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊപ്പം താമസിക്കുക. അപ്പൊ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാരും പങ്കെടുക്കാന്നുള്ളൊരു, അപ്പൊ ഫ്ലാറ്റ് സംസ്കാരത്തിന്റെ ഒരു പോസിറ്റീവ് വശത്തിൽ ജീവിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ അതൊരു അല്ല, പെണ്ണ് കാണാൻ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അമ്മയും അച്ഛനും ആരോ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് വന്നിട്ട് മോന് ഇവിടെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഡാൻസില്. അങ്ങനെ എന്തോ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. ക്ലാസിക് ആയിരുന്നു. ഇല്ല, നമ്മൾ ഈ സിനിമാറ്റിക് ഒരു പരിപാടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയുള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പോൾ അത്യാവശ്യം പാട്ടാണ് ക്ലാസിക്കലി പഠിച്ചിട്ടുണ്ടായിരുന്നത്. പഠിച്ചു. അത് പിന്നെ പാട്ട് പാടിയിട്ടുണ്ടോ സ്കൂൾ കാലത്തൊക്കെ? പാടിയിട്ടുണ്ട്. പിന്നെ അവിടെ ഡ്യുവറ്റ് പാടിയത് വേറെ ആളുകളുടെ കൂടെ ഡ്യുവറ്റ് പാടി സ്വയംവര ചന്ദ്രികയെ പിണക്കമാണോ, ഇത് ഞാൻ ആ കുട്ടിയുടെ കൂടെ പാടിയിട്ടുണ്ട്. ഞങ്ങൾ അതെന്താ തകർത്തു. വെച്ചാല് നമ്മള് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ നമുക്കൊരു ഗ്രിപ്പ് ഉണ്ടാവും. അത് പോയാൽ എനിക്ക് അതാണ് ഭയങ്കര സങ്കടം. അതായത് ഇവർക്ക് നഷ്ടപ്പെട്ടു പോകരുത്, സ്ഥിരമായിട്ട് പാടാനുള്ള സാഹചര്യം ഉണ്ടാവണം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് പാട്ട് പാടുന്ന ഒബ്ജക്ഷൻ ഉണ്ടോ വെച്ചപ്പോ എനിക്ക് അങ്ങനത്തെ ഒരു സാധനം ഇല്ല. നമുക്ക് പിന്നെ അത് കിട്ടില്ല എന്ന് എനിക്ക് അറിയാം. അത് കണ്ടിന്യൂസ് ആയിട്ട് പോകേണ്ട ഒരു സാധനമാണത്. ഇപ്പൊ നിങ്ങള് ഇടയ്ക്കിടെ മൂളുന്നൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട് റീൽസുകളിലൊക്കെ പാട്. മോള് തന്നെ പാട്ടൊക്കെ അത്യാവശ്യം. മോളില് റീൽസിന്റെ സമയത്ത് മാത്രമേ ഉള്ളൂ. വേറൊരു കോമഡി എന്താ വെച്ചാല്, ഞാൻ കല്യാണം കഴിഞ്ഞത് മുതല് അരുണേട്ടൻ എന്ത് വന്ന് മൂളിയാലും പാട്ട് ഉള്ളിലുള്ള ആളാണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ മൂളിപ്പോവല്ലോ. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും ഇങ്ങനെ വെറുതെ ഇങ്ങനെ മൂളുമ്പോഴും ഞാനത് കറക്റ്റ് ചെയ്യും. അത് അങ്ങനെയല്ല, ഇതിലൂടെ എങ്ങനെയാണ് ഞാനാണ് എന്റെ പാട്ടിലും ഞാൻ പെർഫെക്ഷൻ നോക്കുന്ന ആളാ. ഞാൻ റെക്കോർഡൊക്കെ ചെയ്ത് ഞാൻ എന്നെ കറക്റ്റ് ചെയ്ത് അവിടെ ഇത് കുറച്ചുകൂടി ശരിയാക്കണം അങ്ങനെ ചെയ്യുന്ന ആളാ. അപ്പൊ അരുണേട്ടന് ഒരു വരി പാടിയാൽ മതി, അപ്പൊ ഞാൻ കറക്റ്റ് ചെയ്യും. അപ്പൊ പിന്നെ പാടാതായി തീരെ. ഇപ്പൊ മോളും കൂടെ വന്നല്ലോ, മോൾക്കും ആ ഒരു സെൻസ് ഉണ്ട്. അയ്യോ അച്ഛ അങ്ങനെയല്ല, അച്ഛാ അവിടെ അങ്ങനെയല്ല, കറക്ഷനാണ്, രക്ഷയില്ല. കറക്ഷനാണ്. കറക്ഷൻ രണ്ട് സൈഡിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാണ്. എനിക്ക് ഇതൊരു സൈക്കോളജിക്കൽ മൂവ് ആണിത്. പാട്ട് അത് നമ്മൾക്ക് പാട്ട് ജീവിതം തളർത്താനുള്ള കലാകാരനുള്ള അല്ലേ. ഇപ്പം ട്രെൻഡിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും പാട്ടുകളാണ്. രണ്ടുപേരല്ല, 3 പേര്, ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഇരുന്ന് പാടും. ഇത് ശരിക്കും ഇങ്ങനെ റീൽസ് ഒക്കെ ഇടാം എന്ന് തുടങ്ങിയ അങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു? ഒന്നുമില്ല, നമ്മള് മെയിൻലി പാട്ടാണല്ലോ, അപ്പം പാട്ട് പാടി ഇടുക, എല്ലാരും എന്റർടൈൻ ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ജോലി. അപ്പം എല്ലാവർക്കും ഈ ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ കുറച്ചുകൂടെ ഇഷ്ടമാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഒരു പാട്ടിടുന്നതിലും ഇപ്പൊ മോളെ കൂടെ ഇടുമ്പോഴും അത് ഭയങ്കര ആളുകൾക്ക് കുറച്ചുകൂടെ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. ഞാൻ കമന്റ്സ് ആണെങ്കിലും എല്ലാരും പാടുന്നുണ്ടല്ലോ, അപ്പൊ അവരുടെ ആ ഒരു കമന്റ്സ് ആണ് ഞങ്ങളുടെ ഒരു ഇൻസ്പിറേഷനും ഒരു എൻകറേജ്മെന്റും ഒക്കെ. നമ്മള് വെറുതെ ജസ്റ്റ് ഒരു സിമ്പിൾ എഡിറ്റിംഗ് ഒക്കെ ഞാൻ തന്നെ. പിന്നെ വലിയ സംഭവം യൂട്യൂബിലേക്കൊക്കെ ഉള്ളതാണെങ്കിൽ പുറത്തുനിന്ന് ചെയ്യിപ്പിക്കും. അതൊക്കെ നമുക്ക് അത്രയും ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റയിലൊക്കെ ചെറിയ റീലൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യും. നിങ്ങൾ രണ്ടുപേരും 3 പേര് ചേർന്ന് ഒരു പാട്ട് പാടിയാൽ നന്നായിരിക്കും റീൽസിന്. ഞങ്ങളുടെ റീൽസിന് അത് രണ്ടാളും ചേർന്ന് അമ്മയും മോളും കൂടെ അല്ല 3 പേർക്കും പാടാം. അവര് ചോദിച്ചതല്ലേ. അതെ, അല്ല എന്നെ കൊണ്ട് പറ്റാത്തോണ്ടാ. നന്നായിട്ട് പാടുമെന്ന് ഞങ്ങൾക്കറിയാം. അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പാട്ട് പാടാണ്ട് കുറെ കാലം ആകുമ്പോ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പാട്ട് അറിയുന്ന ആൾക്ക് പൂവട്ടൊക്കെ തട്ടി അത് പാടാം. അത് പാടിയതല്ലേ അത് എത്ര പ്രാവശ്യം പാടി. അത് കുഴപ്പമില്ല, അത് സ്ഥിരമായിട്ട് എല്ലാരും പ്രതീക്ഷിക്കുന്നതായിരിക്കും. ഓക്കെ, പൂവട്ടക തട്ടി ചിന്നി പൂമലയിൽ പുതുമഴ ചിന്നി കൈയും വീശി ആമല പൂമല കയറി അങ്ങേ കണ്ടത്തെ തൃത്താ പെണ്ണിനൊരുമ്മ കൊടുത്തു താന്തോണിക്കാറ്റ്. ശരിക്കും പിന്നെ ആയുർവേദം എടുക്കണമെന്നുള്ളതായിരുന്നു ആഗ്രഹം, അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർ ആവണം എന്നുള്ളത് ഈ ആയുർവേദ ഡോക്ടർ ഒരു ചോയ്സ് ആയിരുന്നു? നമുക്ക് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഒരുപാട് ഡോക്ടർമാരുള്ള കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്. അപ്പൊ നമുക്കൊരു എൻട്രൻസ് എഴുതുക, പണ്ട് അങ്ങനെയാണല്ലോ എല്ലാരും, നമുക്ക് വേറെ ചോയ്സ് ഇല്ല.
ഒന്നെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ്. അപ്പോൾ എൻട്രൻസ് എഴുതിയ സമയത്ത് ഇങ്ങനെ BDS കിട്ടി. MBBS എനിക്ക് പ്രൈവറ്റിലാണ് കിട്ടിയത്. പ്രൈവറ്റിൽ പഠിക്കാൻ താല്പര്യമില്ല. പിന്നെ BDS കിട്ടി. അപ്പോൾ ആയുർവേദം ആവാം, അങ്ങനെ ആയുർവേദത്തിൽ ചേരുക ചെയ്തത്. പിന്നെ കോട്ടക്കൽ കോളേജിൽ പഠിക്കാൻ ഭാഗ്യം കിട്ടി. അപ്പം അങ്ങനെ ഒരു പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ കിട്ടിയ ഒരു സാധനം നമ്മൾ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഓൺ കോഴ്സ് ഓഫ് ടൈമാണ് നമുക്ക് അതിനകത്ത് ഇഷ്ടമൊക്കെ ഉണ്ടായി വരുന്നത്. കാരണം വെച്ചാൽ പരിചിതത്തൊരു മേഖലയാണല്ലോ. അതെ അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ MD എൻട്രൻസ് എഴുതിയിട്ട് ആയുർവേദത്തിലെ പീഡിയാട്രിക്സ് MD ഉണ്ട്. അതിലാണ് PG ചെയ്തിരിക്കുന്നത് ഞാൻ. ഓ അതിലാണ് ഈ സ്പെഷ്യൽ ചിൽഡ്രൻ എന്ന് പറയും. ഈ അതെ. കുറച്ചൊരു ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ള ഓട്ടിസം പോലത്തൊക്കെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ചികിത്സയിലാണ് അന്ന് അവിടെ പഠിക്കുമ്പോൾ കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും ആയുർവേദത്തിന് സംഗീതവുമായിട്ടൊരു ബന്ധമുണ്ട് ഇല്ലേ? അങ്ങനല്ലേ? അങ്ങനെ ഒരു തീർച്ചയായിട്ടും. മോഡേൺ സയൻസിൽ തന്നെ പറയുന്നുണ്ടല്ലോ, പാട്ട് പാടി പല അസുഖങ്ങളൊക്കെ മാറ്റാവുന്ന ഒരു സംഗീതം. അങ്ങനെ ഒരു ബ്രാഞ്ച് ആയിട്ട് അത് ഇവോൾവ് ചെയ്ത് വരുന്നു. മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ആയിട്ട്. എനിക്കത് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഭയങ്കര ചില സമയത്തൊക്കെ എന്തെങ്കിലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ഓരോ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് മ്യൂസീഷ്യൻസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ വളരെ ഡെസ്പറേറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിർബന്ധപൂർവ്വം നമുക്ക് ചെയ്യേണ്ട കുറെ നമ്മൾ കമ്മിറ്റ് ചെയ്ത വർക്ക് ഒക്കെ ഉണ്ടാവും. അപ്പം വളരെ വിഷമിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു നല്ലൊരു ഹാപ്പി സോങ് പോയി പാടേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ഞാനിത് എങ്ങനെ പാടുന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും പോകുമ്പോൾ റെഡിയൊക്കെ ആയി പോയി അവിടെ നിന്ന് സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വേൾഡിലാണ്. അത് എന്താന്ന് എനിക്കറിയില്ല, അതൊരു മാജിക്കാണ്. അപ്പോൾ ആ ഒരു സംഗീതത്തിനുള്ളൊരു ശക്തി എന്നുള്ളത് പിന്നെ അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പാടി വന്നു കഴിഞ്ഞാൽ വേറൊരു മൂഡായിരിക്കും, ഭയങ്കര ഹാപ്പി ആവും. പിന്നെ ആ ഒരു കാര്യമേ മറന്നു പോയിട്ടുണ്ടാവും. അതെ. സംഗീതത്തിന് ആ ഒരു ശക്തി ഉണ്ട്. മൃദുല എന്ന് പറയുന്ന ഗായിക നമ്മൾ നോട്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ നോക്കുമ്പോൾ കളിമണ്ണിലെ ആ പാട്ട് പറയാതെ ഒരിക്കലും കടന്നു പോകാൻ പറ്റില്ല. സ്പെഷ്യൽ ജൂറി മെൻഷനൊക്കെ കിട്ടിയ പാട്ടാണ് ആ പാട്ട്. പക്ഷെ ശ്രേയ ഘോഷാലിനെ വെച്ചാണ് ആദ്യം പാടാനിരുന്നത്. ശ്രേയാജി വെച്ച് പാടിക്കാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നീട് അതെന്തോ എൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കും അതെന്തോ തീരുമാനം മാറ്റുമായിരുന്നു അവര്. ബ്ലസ്സി സാറും M ജയചന്ദ്രൻ സാറും തമ്മിലുള്ളൊരു ഡിസ്കഷനിൽ അവസാനം ഈ ഒരു തീരുമാനം വേറെ ആളെ കൊണ്ട് പാടിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തി. പക്ഷെ അതേ സിനിമയിൽ തന്നെ ശ്രേയാജിക്ക് വേറെ പാട്ടുണ്ട്. പക്ഷെ ഈ പാട്ടാണ് ശ്രദ്ധിക്കപ്പെട്ടെന്നുള്ളത് ഭയങ്കര അത്ഭുതമുള്ളൊരു കാര്യമാണ്. കാരണം അത്രയും ലെജൻഡറി സിംഗറാണ് ശ്രേയാജി. അപ്പൊ എന്നിട്ടും എൻ്റെ ഒരു പാട്ടിന് ശ്രദ്ധ കിട്ടി എന്ന് പറയുന്നത് ആ ഒരു കമ്പോസിഷന്റെ ഒരു അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോമ്പോസിഷൻ ആണ് സാറിന്റെ. അത് ആ പാട്ട് സാറ് ട്രാക്ക് പാടിയപ്പോൾ തന്നെ എനിക്ക് കേട്ടപ്പോൾ തന്നെ ഇതൊരു ഷുവർ ഹിറ്റ് ആണ് എന്നുള്ളത്. ആര് പാടിയാലും അത്ര ഹിറ്റ് ആവുന്ന ഒരു ഉറപ്പായിട്ട് ഹിറ്റ് ആവുന്ന ഒരു സോങ് ആയിരുന്നു അത്. ഭാഗ്യം. ആ പാട്ട് രണ്ടുപേരി തീർച്ചയായിട്ടും. ലാലി 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 ലോ ലാലി 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 ലാലിലോ മലരൊളി മന്ദാര മലരെ മഞ്ചാടി മണിയെ ചാഞ്ചാടും അഴകേ പുതുമലരെ പൊന്നാര മലരെ എന്നോമൽ കണിയെ എൻ കുഞ്ഞു മലരെ ലാലി 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 ലാലിലോ ലാലി 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 ലാലിലോ. എല്ലാ സങ്കടങ്ങളും ഇപ്പൊ ഒന്ന് പെയ്തൊഴിഞ്ഞു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് വേറൊരു ലോകത്തേക്ക് പോയില്ലേ ആ പാടിയ നിമിഷത്തിൽ. കുറച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണോ ഇത് അമ്മയുടെ? അത് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് അമ്മയുടെ? ഏറ്റവും ഇഷ്ടപ്പെട്ട മഴയ തൂമഴയാണ് പറയാറുള്ളത് ചോദിക്കുമ്പോ. ഇത് മഴയും പിന്നെ ലാലി ലാലിയും. ലാലി ലാലി. അമ്മ പിന്നെ പാട്ട് പാടാൻ പറയാറുണ്ടോ? പാടണമെന്ന് പറയാറുണ്ടോ? ഒന്നും പറയത്തില്ല. അമ്മേനോട് പറയാറുണ്ടോ? എന്നോട് പറയാറില്ലല്ലോ. പറയത്തില്ലേ? അതൊന്നും വേണ്ട. എന്നോട് ഡാൻസ് ചെയ്യാൻ പറയാറുണ്ട്. അമ്മയ്ക്ക് ഞാൻ പറയുന്ന പാട്ടൊന്നും ഇഷ്ടമല്ല. അവൾ പറയുന്ന പാട്ടൊക്കെ ഇല്ലുമിനാട്ടി അങ്ങനത്തെ പാട്ടുകളൊക്കെ ആയിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? വേറെ പറയൂ. എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടതോ
അമ്മയുടെ പാട്ടിൽ ഏതൊക്കെയാ ഇഷ്ടം? അമ്മയുടെ എന്റെ പാട്ടിലല്ലോ ചോദിച്ചേ, വേറെ പാട്ടുകള്, അല്ല, വേറെ മോൾക്ക് ഇഷ്ടമുള്ള പാട്ട്, പാട്ട് വേറെ പാട്ടുകള് എനിക്ക് അമ്മയുടെ വെറുതെ പറയൂ. പറയാണ്. അമ്മയുടെ ഇഷ്ടം. ഏതൊക്കെയാ പറയൂ? ആണോ? ശരി, ഇന്ന് ഏതൊക്കെയാ ഇഷ്ടം? ഉം, ശനി ആരെയും ബുദ്ധിമുട്ടിക്കണത് കരുതിയിട്ട് പറയാനാണ്. ശരി, അച്ഛനെയാണോ ഇഷ്ടം അമ്മയാണോ ഇഷ്ടം? അത് പറയട്ടെ, അത് ചോദിക്കട്ടെ. അയ്യോ അത് പറയാം, കള്ളം പറയരുത്. ആളെ ഇഷ്ടാണ്. രണ്ടുപേരും ഇഷ്ടമല്ലേ? ആരെയാണ് ഇഷ്ടം? ഏറ്റവും ഇഷ്ടം ആരെയാ? ആ രണ്ടുപേരെ എന്നാലും ഒച്ചി കൂടുതൽ ഇഷ്ടം. എത്ര ചോദിച്ചാലും അവള് അങ്ങനെ പറയുള്ളൂ. പറയുള്ളൂ. പക്ഷെ ഭയങ്കര രഹസ്യമായിട്ട് ഡിപ്ലോമാറ്റിക്കാ. പക്ഷെ അച്ഛനോടാന്ന് തോന്നുന്നു കൂടുതൽ ഇഷ്ടം. അത് എല്ലാ പെൺകുട്ടികൾക്കും അച്ഛനോട് തന്നെ കൂടുതൽ ഇഷ്ടം. എല്ലാവരെയും ഇഷ്ടാ. അത് ഓക്കെ. എന്നാലും കുറച്ച് ഇഷ്ടം അച്ഛനോടല്ലേ? എനിക്ക് അമ്മേനും അച്ഛനും ഇങ്ങനെ ഇഷ്ടം. പറയുന്നത് ഭയങ്കര സങ്കടമാണ്. ആണല്ലേ? ഞാൻ സങ്കടപ്പെടുന്നത് ചുമ്മാ പറഞ്ഞ നോക്ക് അവർ രണ്ടുപേരും ഇഷ്ടപ്പെടണം മക്കള് കേട്ടോ. കുറച്ച് കഴിയുമ്പോ ചോദിക്കും, ഏ? കുറച്ച് കഴിയുമ്പോ ചോദിക്കും, ആ. അങ്ങനെ ഇല്ലല്ലോ അച്ഛാ, പിന്നെ എന്താ അങ്ങനെ ചോദിച്ചെന്നൊക്കെ ചോദിക്കും. ഞാൻ വെറുതെ ചോദിച്ച നമ്മളെ നിങ്ങൾ വെറുതെ ചോദിച്ചാ കേട്ടോ. അങ്ങനെ തന്നെ ഇരിക്കണം. അച്ഛനെ അമ്മയെ ഒരുപോലെ സ്നേഹിക്കണം കേട്ടോ. അതാ നല്ല കുട്ടികൾ, നല്ല കുട്ടിയാ മൈത്രേ. ഗുഡ് ഗേൾ ആണ്. അപ്പൊ മോള് പിന്നെ കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെ മീൻസ് പ്രഗ്നൻസി ടൈമിലേക്ക് ഈ പാട്ട് പാടിയിട്ടുണ്ടാ? അയ്യോ, അതും ഇതുപോലെ ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം. ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇവള് ഭയങ്കര വയലന്റ് ആയിരുന്നു. വയറിനുള്ളില് ഒരു തേർഡ് ട്രൈമസ്റ്ററിലാണല്ലോ ഭയങ്കര കിക്കൊക്കെ ചെയ്യാ കുട്ടികള്. അപ്പൊ ഇങ്ങനെ എപ്പോഴും ഞാൻ ചെക്കപ്പിന് പോകുമ്പോ ഡോക്ടറെ അടുത്ത് ചോദിക്കും, ഭയങ്കര കിക്കാണിത്, ഞാൻ ചില സമയത്ത് ഇങ്ങനെ പുറത്തു വരുമോ കുട്ടി, അങ്ങനെയൊക്കെ തോന്നും. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഇത്രയൊക്കെ ആക്കി വരും. അപ്പോ ഭയങ്കര പേടിയാവും എനിക്ക്. എന്ത് അബ്നോർമൽ ആണോ, എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും ഞാൻ. പക്ഷെ ഡോക്ടർ ഇങ്ങനെ കളിയാക്കും, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, നമുക്ക് വെളിയിൽ വരുമ്പോ ചോദിക്കാം, എന്തിനാണ് ഇങ്ങനെ ചോദിക്കാന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഭയങ്കര കിക്ക് ചെയ്ത സമയത്ത് ഞാൻ കിടക്കുമായിരുന്നു. അപ്പൊ അമ്മയുണ്ട് അടുത്തെന്റെ. അപ്പൊ അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് ലാലി ലാലി ഒന്ന് പാടി നോക്ക്, റെസ്പോൺസ് നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാടി നോക്കിയപ്പോ കിക്കൊക്കെ ചെയ്യണം നിർത്തി. മിടുക്കിയായി അവിടെ കിടന്നു. അപ്പൊ ഞങ്ങള് മിടുക്കിയാണോ മിടുക്കനാണോ എന്ന് അറിയില്ല, ഞാൻ എന്തായാലും മേരികോം എന്നായിരുന്നു വിളിക്കുക. അപ്പൊ ആളിങ്ങനെ സൈലന്റ് ആയി ഇരിക്കണ കണ്ടപ്പോ ശരിക്കും ഞാൻ പിന്നെ സെർച്ച് ഒക്കെ ചെയ്ത് നോക്കി, നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ കുട്ടി അറിയോ. അപ്പൊ പണ്ട് പുരാണത്തിലൊക്കെ ഉള്ളതാണല്ലോ അഭിമന്യുയുടെ കഥയൊക്കെ. അപ്പൊ അതൊക്കെ സയന്റിഫിക്കലി പ്രൂവൻ ആണെന്നാണ് പിന്നെ അറിഞ്ഞത്. അപ്പൊ ആ പാട്ട് കേട്ടായിരിക്കല്ലേ? ആ പാട്ട് എന്തോ പുറത്ത് നടക്കുന്നൊക്കെ കുട്ടി അറിയുന്നുണ്ടെന്നുള്ളത് അല്ല, അമ്മയെ കൊണ്ട് പഠിക്കാനുള്ളതായിരുന്നു. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. അപ്പൊ കുറച്ച് കൂടുതൽ കേൾക്കട്ടെ വെച്ചിട്ടാണ് കിക്ക് ചെയ്തത്. അതായിരിക്കും. മേരികോം, അത് കൊള്ളാം, നല്ല പേര്. ആ മേരികോം നല്ല പേരായിരുന്നു. ബോക്സിംഗ് ചാമ്പ്യൻ. ഇപ്പോഴും വിളിക്കാറുണ്ടോ മേരികോം? ഇല്ല, ഇഷ്ടമല്ല. പാവായി ഭയങ്കര. കരാട്ടെ അല്ലേ? കരാട്ടെയാണ്, പക്ഷെ കരാട്ടെ ഉള്ള ദിവസം നല്ല രസമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ജോലിയാ, തള്ളി വിടണം. ആ കരാട്ടെ മൺഡേയും വെനസ്ഡേ ആണ്. ആ മൺഡേ വെനസ്ഡേയും കറക്റ്റ് ആയിട്ട് വയറുവേന വരും രാവിലെ. എന്തിനാ കരാട്ടെ പഠിക്കുന്നത്? എന്തിനാ പഠിക്കുന്നത്? കള്ളന്മാര് വന്നാൽ ഇടിക്കാനാണ്. നമ്മളൊരു ടിവിയിലൊരു ന്യൂസ് കണ്ടില്ലേ, ഒരു ചേച്ചിയുടെ അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ജോയിൻ ചെയ്തത്. പക്ഷെ ഇത്ര ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചില്ല.